Hi and welcome to another episode of Unlocking Your Vocabulary with Mum and Sons Company. Today's word is agility. AGILITY. ഈ വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ഇതൊരു നൗൺ ആയിരുന്നോ, വേർബ് ആയിരുന്നോ, അഡ്ജക്റ്റീവ് ആയിരുന്നോ, എന്തായിരുന്നു എന്നുള്ളത്. സോ ദ മീനിങ് ഓഫ് ദിസ് വേർഡ് ഇസ് ഇറ്റ് റെഫേഴ്സ് ടു an ability to move quickly and easily or to think and adapt swiftly. ഇതിൻ്റെ മലയാളത്തിലെ അർത്ഥം ചടുലത എന്നാണ്. അതാണ് ഞാൻ ഇംഗ്ലീഷിൽ നേരത്തെ അത് സെൻറ്റൻസ് മീനിങ് പറഞ്ഞത്. ഇറ്റ് റെഫേഴ്സ് ടു an ability to move quickly. ഒരാൾക്ക് വളരെ ചടുലതയോടെ വേഗത്തിൽ മൂവ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഓർ ടു തിങ്ക് ആൻഡ് അഡാപ്റ്റ് സ്വിഫ്റ്റ്ലി. പെട്ടെന്ന് ചിന്തിക്കാനും ആ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാനുമുള്ള കഴിവിന് ഉപയോഗിക്കുന്ന വാക്കാണ് അജിലിറ്റി എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് നൗൺ ആണോ, വേർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ എന്ന്. പ്ലീസ് കമൻറ്റ് കേട്ടോ. നൗ നമുക്ക് രണ്ട് സെൻറ്റൻസ് കേട്ട് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ദ ജിംനാസ്റ്റ് എബിലിറ്റി അലൗഡ് ഹർ ടു പെർഫോം ഡിഫിക്കൽട്ട് ഫ്ലിപ്സ് വിത്ത് പ്രിസിഷൻ ആൻഡ് ഗ്രേസ്. ഐ റിപ്പീറ്റ് ഇറ്റ്. The gymnast's ability allowed her to perform difficult flips with precision and grace. ജിംനാസ്റ്റിൻ്റെ ചടുലതയോടുകൂടിയുള്ള മൂവ്മെൻറ്റ് അവളെ കൃത്യതയോടും ഭംഗിയോടും കൂടെ ബുദ്ധിമുട്ടുള്ള ഫ്ലിപ്പുകൾ ചെയ്യാനായിട്ട് അനുവദിച്ചു. രണ്ടാമത്തെ സെൻറ്റൻസ് കേട്ട് നോക്കാം. ഇൻ ടുഡേയ്സ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ബിസിനസ് നീഡ് അജിലിറ്റി ടു അഡാപ്റ്റ് ടു റാപ്പിഡ്ലി ചേഞ്ചിങ് ട്രെൻഡ്സ്. ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. In today's competitive market, business need agility to adapt to rapidly changing trends. പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ്സുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ, അതിനെ കമ്പീറ്റ് ചെയ്ത് നിൽക്കുവാനായിട്ട് ബിസിനസ്സുകൾക്ക് അജിലിറ്റി ആവശ്യമാണ്. അതായത് ചടുലതയോടുകൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ക്വിക്കായിട്ട് അഡാപ്റ്റ് ചെയ്യുവാനും ഒക്കെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ്, കഴിവ് ആവശ്യമാണ്, സ്ട്രാറ്റജീസ് വേണം എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. I hope you understood this. Please comment as I said earlier. Those who haven't subscribed to this channel, please do so. Allow us to grow with you and we'll see you again tomorrow with another word. Bye. Take care.